ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലാസിക് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാടൻ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കപ്പയും അതിന് എളുപ്പത്തിൽ നമ്മൾ കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് നമ്മളിന്ന് ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കപ്പ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് ശേഷം നമുക്ക് ചിക്കൻ കറിയുടെ റെസിപ്പി കൂടി കാണാം. ഞാനിവിടെ 1/2 കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് കഴുകി അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്, കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല ചെറുതായിട്ടല്ല ഞാൻ എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് ചെറുതായിട്ടും വേണമെങ്കിൽ അരിഞ്ഞെടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. വെള്ളം കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, കാരണം നമുക്കിത് വെന്തതിന് ശേഷം ആ വെള്ളമൊക്കെ ഒന്ന് മാറ്റി ഡ്രെയിൻ ചെയ്ത് എടുക്കേണ്ടതാണ്. അപ്പം വെള്ളം ആവശ്യത്തിൽ അത് മുങ്ങിക്കിടക്കാൻ പാകത്തിൽ തന്നെ ഒഴിച്ച് കൊടുക്കാൻ മറക്കണ്ട. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 15 to 20 മിനിറ്റ്സോളം ഞാനിത് വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വെന്തു. ചില കപ്പകൾക്ക് വേവ് വ്യത്യാസം വരും, അപ്പോൾ അതനുസരിച്ചിട്ട് വേണം ചെക്ക് ചെയ്ത് നോക്കാൻ. എന്നിട്ട് നമുക്കത് ഓഫ് ചെയ്തിട്ട് നമുക്ക് ആ വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഞാൻ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് ഞാനൊരു വെളുത്തുള്ളിയുടെ അല്ലി, ഒരു ഫുൾ വെളുത്തുള്ളി എടുത്തിട്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുകയാണ് വേണ്ടത്. ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ചെയ്യുന്നത്, പൾസ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. ഇനി അതേ കടായിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. 1.5 ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ 2 ചുമന്ന മുളക് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇഷ്ടാനുസരണം ഇട്ട് കൊടുക്കാം, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതോടെ ഇട്ടിട്ട് നമ്മൾ ഈ നേരത്തെ വേവിച്ചിട്ട് അതൊന്ന് ഉടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആ കപ്പ, അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ക്രഷ് ചെയ്ത ആ മിക്സ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. ഇതിൽ വേവേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെല്ലാ സാധനവും ഒന്ന് ചൂടാക്കി കിട്ടുകയുള്ളൂ, മിക്സായിട്ട് കിട്ടിയാൽ മാത്രം മതി. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. നമ്മുടെ കപ്പ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ കറി എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് സാധനം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുക്കുന്നുണ്ട്, അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 10 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക് കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. നമുക്ക് ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് പൾസ് ചെയ്തെടുത്താലും മതി. അരഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് ഫൈനായിട്ട് അരഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നമ്മളിത് കുക്കറിലാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു വലിയ തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 1.5 സവോള അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്, നീളത്തിൽ അരിഞ്ഞ പച്ചമുളകും. പിന്നെ നമ്മൾ നേരത്തെ ഗ്രൈൻഡ് ചെയ്ത ആ പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ എരിവിനായിട്ടുള്ള മുളക് പൊടി. പച്ചമുളക് ഇട്ടുകൊണ്ടാണ് എരിവ് അത്രയും ആക്കിയത്. പിന്നെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതുകൂടി ചേർക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കാം. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ കുരുമുളകും മുളക് പൊടിയൊക്കെ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ നല്ല പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് കൈ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ വഴറ്റാന്നോ അങ്ങനത്തെ ഒരു കാര്യം ചെയ്യുന്നില്ല, ഡയറക്റ്റ് ഒന്ന് കുക്കറിലിട്ട് വിസിൽ ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അതേപോലെ നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി എടുത്ത കഷ്ണം ആക്കി വെച്ചിരിക്കുന്ന 700 ഗ്രാം ചിക്കൻ കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ കൈവച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ആ ഒരു അരപ്പൊക്കെ എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടാണ്
ചെയ്യുന്നത്. അതിന് മുന്നേ ആയിട്ട് ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ആ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ചെയ്തത്. ഈ സമയത്ത് മസാലയൊക്കെ ഒന്ന് പുരട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ മിക്സ് ചെയ്തത്. ഇനി 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് കുക്കറിൻ്റെ അടപ്പൊന്ന് അടച്ചിട്ട് നമുക്കിതൊന്ന് 1 വിസിൽ വരുന്നത് വരെ മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് 1 വിസിൽ വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കതങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ 1 വിസിൽ വന്ന് അതിൻ്റെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് കാണാം. അപ്പോൾ ജസ്റ്റ് ഇനി നമുക്കിതൊന്ന് ബോയിൽ ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ചാറ് വേണ്ടാന്നുണ്ടെങ്കിൽ അത് അനുസരിച്ചിട്ട് വെള്ളം വറ്റിച്ചെടുക്കാം. അതല്ല ഈ ഒരു കൺസിസ്റ്റൻസി ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത് ആ ഒരു ഇതിൽ തന്നെ ഓഫ് ചെയ്യാം. ഞാൻ ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഫൈനലി. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചിക്കൻ കറി സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി റെസിപ്പിയാണിത്. ഇനി ഇതിൻ്റെ ഒരു താളിപ്പ് കൂടി റെഡിയാക്കി കഴിഞ്ഞാൽ ചിക്കൻ കറിയുടെ ആ ടേസ്റ്റ് ഒന്നുകൂടി ഒന്ന് കൂടും. അപ്പം ഞാൻ ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഞാനൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. ആ കളറിന് വേണ്ടി മാത്രമാണ് മുളക് പൊടി ചേർക്കുന്നത്. നിങ്ങൾക്ക് ചെറിയുള്ളി വേണമെങ്കിൽ ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു താളിപ്പ് നേരെ ചിക്കൻ കറിയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ചിക്കൻ കറി ഇവിടെ റെഡിയാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണിത്. അപ്പം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയ നമ്മുടെ കപ്പയും ചിക്കൻ കറിയും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.